ഒരു മലക്കിനെ മലർത്തി അടിക്കാമല്ലോ, എന്നിട്ട് ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമല്ലോ. ഉടനെ അതിന് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ലോകത്തെ കോടാനക്കോടി മനുഷ്യരെ മുഴുവൻ മലർത്തിയടിക്കാൻ മാത്രം ശക്തി പടച്ച റബ്ബ് നരകത്തിലെ കേവലം ഒരു മലക്കിന് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അത്രയും ശക്തരായ മലക്കുകളായിരിക്കും അതിന്റെ കാവൽക്കാരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനിയോ ഭീമാകാരിയായ ഈ നരകം, ഇതിന്റെ ആഴത്തെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കും മനസ്സിലാകാവുന്ന ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചു. അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും ഒരു സദസ്സിലിരിക്കുമ്പോ ഈദ് സമിഅ വജ്ബതൻ, അവരൊരു ശബ്ദം കേൾക്കുകയാണ്, അവരൊരു വീഴ്ചയുടെ ശബ്ദം കേൾക്കുകയാണ്. തദറൂന മാ ഹാദാ, റസൂൽ ചോദിച്ചു, നിങ്ങൾക്കറിയോ എന്താണ് ആ ശബ്ദമെന്ന്? അവര് പറഞ്ഞു, നബിയേ ഇല്ല. ഉടനെ റസൂലുള്ളാഹി വിശദീകരിച്ചു, ഹാദാ ഹജറുൻ റുമിയ ബിഹി ഫിന്നാരി മുൻദു 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുൻപ് നരകത്തിന്റെ ഏറ്റവും മുകളിലെ തട്ടിൽ നിന്ന് താഴേക്കിടപ്പെട്ട കല്ലാണത്. അതിശക്തമായ വേഗതയിൽ ആകാശത്ത് ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന, ഏറ്റവും വേഗത്തിൽ പറക്കുന്ന ഒരു വിമാനം, അതിന്റെ എഞ്ചിൻ തകരാറ് പറ്റി അത് താഴേക്ക് വീഴുമ്പോൾ ആ താഴേക്ക് വീഴുന്ന വിമാനം അടിത്തട്ടിലെത്താൻ എത്ര സമയമെടുക്കും സുഹൃത്തുക്കളെ? എത്ര സമയമെടുക്കും? കേവലം മിനിറ്റുകൾ കൊണ്ട് അത് ഭൂമിയിൽ പതിക്കുമെങ്കിൽ 1000 സ്വപ്നങ്ങൾ ചിന്നിച്ചിതറപ്പെടുമെങ്കിൽ, ഇതാ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഒരു കല്ലിന് താഴേക്കുള്ള യാത്രാ ദൂരം 70 വർഷത്തെ യാത്രാ ദൂരം ഉണ്ടായിരിക്കും എന്നാണ്. ഇനി അതുകൊണ്ട് തീർന്നില്ല. നരകത്തിന്റെ വിശാലതയെ സൂചിപ്പിക്കുന്ന, ആഴമുള്ള ഇതേ നരകത്തിന്റെ വ്യാപ്തിയെ സൂചിപ്പിക്കുന്ന കുറെ പ്രയോഗങ്ങളുണ്ട്. അള്ളാഹു നരകത്തിലേക്ക് കോടാനക്കോടി മനുഷ്യരെ നിക്ഷേപിച്ചതിന്റെ ശേഷം പടച്ച റബ്ബ് ചോദിക്കുമെന്നാണ്, യൗമ നഖൂലു ലിജഹന്നമ ഹലിം തലൈതി, നരകമേ നിന്റേത് നിറഞ്ഞോ, നീ നിറഞ്ഞോ, നിന്റെ ആവശ്യം തികഞ്ഞോ എന്ന് അള്ളാഹു ചോദിക്കുമെന്നാണ്. മദ്യപാനികളും വ്യഭിചാരികളും അവിശുദ്ധരായി ജീവിച്ചവരും ആഗ്രഹങ്ങളുടെയും അഭിലാഷങ്ങളുടെയും അപേക്ഷാ ഫോറങ്ങൾ അല്ലാഹുവല്ലാത്തവരുടെ മുന്നിൽ സമർപ്പിച്ചവരും നമസ്കാരവും അതല്ലാത്ത കാര്യങ്ങളും കൃത്യമായി ശ്രദ്ധിക്കാത്തവരും മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ മറന്ന് അവരുടെ ചുളിഞ്ഞ ശരീരത്തിൽ തടവി അവർക്ക് ആശ്വാസം പകരേണ്ടതിനു പകരം വമ്പൻ കമ്പനിയുടെ MD-ആയും ഓഫീസറായും തന്റെ പ്രൊഫഷന്റെ പേര് പറഞ്ഞും അവരെ ഒഴിവാക്കിയവരുമൊക്കെ അടങ്ങുന്ന വലിയ നിരയിലേക്ക് അവരെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞതിന്റെ ശേഷം അള്ളാഹു വീണ്ടും ചോദിക്കും നരകത്തോട്, നിന്റേത് നിറഞ്ഞോ? ഹൽ മിൻ മസീദ്, നിനക്ക് ഇനിയും വേണോ? നിനക്ക് ഇനിയും വേണോ എന്ന് നരകത്തോട് ചോദിക്കുന്നതാണ്. നരകം പറയുന്ന ഉത്തരം എന്താ? അതേ എന്നാണ്. എങ്കിൽ ഈ നരകത്തിൽ ഇപ്പൊ പ്രവേശിപ്പിക്കപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യരിലെ കാഫറുകളുടെ സ്ഥിതി എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ ബൈന മൻകിബൈൽ കാഫിരി ഫിന്നാർ മസീറത്തു 3 അയ്യാമിൻ ലിറാകിബിൽ മുസ്രി'. സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിന്റെ വ്യാപ്തിയെ പടച്ച റബ്ബ് സൃഷ്ടിക്കാൻ വേണ്ടി വലുതാക്കുകയാണ്. കാഫിറിന്റെ ഈ ചുമലുണ്ടല്ലോ, ഈ കഴുത്ത് മുതൽക്ക് ഈ ചുമല് വരെയുള്ള ദൂരം എത്രയായിരിക്കും? അതിവേഗതയിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രികന് 3 ദിവസത്തെ വഴിദൂരം ഉണ്ടാകുന്നതാണ്. ഇതങ്ങോട്ട് വികസിപ്പിക്കും, ശിക്ഷ അതിശക്തമായി ഏൽപ്പിക്കാൻ വേണ്ടി. ഇനിയോ അവന്റെ മോണയോ ലിർസുൽ കാഫിർ ഔനാബുൽ കാഫിർ മിസ്ൽ ഉഹദിൻ, അവന്റെ മോണ അല്ലെങ്കിൽ അവന്റെ തേറ്റ അത് ഉഹദ് മലയോളം പടച്ച റബ്ബ് വലുതാക്കും. ഇങ്ങനത്തെ കോടികളാണുള്ളത്. ഇനി അവന്റെ ഇരിപ്പിടമോ വഇന്ന മജ്ലിസഹു ഫീ മിൻ ജഹന്നമ കമാ ബൈന മക്ക വ മദീന, മക്കക്കും മദീനക്കും ഇടയിലുള്ള വ്യാപ്തിയിലേക്ക് അവന്റെ ഇരിപ്പിടത്തെ മാറ്റും. അല്ലേ? ഈ നരകത്തിൽ നിന്നുള്ള വിമോചനമാണ്, ഈ നരകത്തിൽ നിന്നുള്ള രക്ഷയാണ് തീർച്ചയായും പ്രോഫ്കോൺ പോലെയുള്ള പ്രോഗ്രാമുകളും ലക്ഷ്യമാക്കുന്ന MSM വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുന്നിൽ ടാർഗറ്റ് ചെയ്യുന്നത്. അതിനാണ് കഷ്ടപ്പെട്ട് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അതിനാണ് സുഹൃത്തുക്കളെ കഷ്ടപ്പെട്ട് ഈ സദസ്സിൽ നമ്മൾ ഇരിക്കുന്നത്. അതിനാണ് ഓരോ സമയത്തും നമ്മൾ ഉണർത്തുന്നത്. നിങ്ങൾ ഇരിക്കണം, നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇതിന്റെ സംഘാടകർ ഒരു യാചനയുടെ സ്വരത്തിൽ അവർക്ക് കൂടെ ഉപകാരപ്പെടാൻ വേണ്ടി നമ്മളോട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, കാഫിറിന്റെ തൊലിയെ പടച്ച റബ്ബ് എന്താക്കി മാറ്റും? ഇന്ന ഗിലൽ ജിൽദിൽ കാഫിർ 42 ദിറാഅ. ഇതാ കാഫിറിന്റെ
തൊലിയില്ലേ തൊലി, ആ തൊലിക്ക് 42 കട്ടിയുണ്ടായിരിക്കുമെന്നാണ്. 42 മുഴം കട്ടിയുണ്ടായിരിക്കും. ഇങ്ങനത്തെ ഒരു മനുഷ്യനെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ. ഇങ്ങനത്തെ കോടികളെ ഇട്ടാലും നരകം വീണ്ടും വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അങ്ങനെ എത്രത്തോളം ഇത് തുടരും? അങ്ങനെ അള്ളാഹു തന്റെ പാദത്തെ വെക്കും. അള്ളാഹുവിന്റെ അതുല്യമായ ഹിക്മത്തിൽപ്പെട്ടതാണ്. അവന്റെ പാദത്തെ നരകത്തിലേക്ക് വെക്കുമ്പോൾ, നരകത്തിന് സൂചന നൽകുമ്പോൾ നരകം പറയും മതി, എനിക്ക് നിറഞ്ഞിട്ടുണ്ട് എന്ന്. അതുവരെ നിരന്തരം ചോദിച്ചു വാങ്ങുന്ന, സംസാരിക്കുന്ന, അല്ലേ, ചിഹ്നം വിളിക്കുന്ന, ചൂളം വിളിക്കുന്ന, മനുഷ്യന്റെ ഹൃദയത്തെ മാന്തിപ്പറിക്കുന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്ന ഭീമാകാരിയായ നരകത്തെ മദീനയിലെ മിമ്പറിൽ നിന്ന് ആരാബിക്ക് പഠിപ്പിച്ചപ്പോ അവന്റെ ജീവിതം മാറി. തന്റെ പ്രിയതമയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു വീഴേണ്ട ജീവൻ പെണ്ണായി മാറിയപ്പോ ആ പെണ്ണിനെ കൊണ്ടുപോയി കുഴിച്ചിട്ട ആറാബിയെ മാറ്റിയത്, മദ്യത്തിന്റെ ശചകം പിടിച്ച് മരിക്കണമെന്ന് ആഗ്രഹിച്ച ആറാബിയെ തിരുത്തിയത്, മാതാപിതാക്കളോടുള്ള ബാധ്യതയിൽ സർവം മറക്കാൻ അവരെ സന്നദ്ധരാക്കിയത്, അവരുടെ കുടുംബജീവിതത്തിൽ വരുന്ന സങ്കടങ്ങളെ സഹിക്കാൻ പ്രാപ്തമാക്കിയത്, ജിഹാദിന്റെ അടർക്കടങ്ങളിലേക്ക് അവരെ എത്തിച്ചത്, എല്ലാം സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു. എങ്കിൽ നിങ്ങൾ നോക്കൂ, നരകത്തിൽ പോകുന്ന എണ്ണത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, മിൻ കുല്ലി അൽഫിൻ ഉറാഹു ഖാല 999, എല്ലാ 1000-ൽ നിന്നും 999 നരകത്തിലാണ്. എല്ലാ 1000-ൽ നിന്നും 999 നരകത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഇരിക്കുന്ന സഹാബത്ത് ഞെട്ടിത്തെറിക്കുകയാണ്. അവരെ മനസ്സ് വിങ്ങി. നബിയെ, ആ ഒരാൾ ഞങ്ങളിൽ ആരായിരിക്കും? ആ ഒരാൾ ഞങ്ങളിൽ ആരായിരിക്കും റസൂലേ? സ്വഹാബത്തി അവർ പേടിക്കാണ്. നമുക്ക് എന്ത് പേടിയുള്ളത്? അല്ലേ അല്ലേ? ജീവിതം മുഴുവൻ ഇസ്ലാമിന് കൊടുത്ത വലിയ മനുഷ്യർ, ആയിരക്കണക്കിന് ഈത്തപ്പന മരങ്ങളും 10,000-കണക്കിന് ദീനാറുകളും ഡോളറുകളും മക്കയുടെ മണലാരണ്യത്തിൽ വലിച്ചെറിഞ്ഞ് അവരിൽ ചിലർ പുറപ്പെട്ടു. ടാറ്റ ബിർള കമ്പനികളുടെ MD-മാർ അവർ ഇസ്ലാം സ്വീകരിച്ചു പുറപ്പെടുന്ന ഒരു രംഗം നിങ്ങൾ മനസ്സിൽ കണ്ടു നോക്കൂ. വലിയ വലിയ മനുഷ്യർക്കൊക്കെ അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് ഞങ്ങൾക്ക് തന്നാലേ പുറപ്പെടാൻ അനുവദിക്കൂ എന്ന് പറയുമ്പോ അവരുടെ കോടികളുടെ സമ്പാദ്യത്തിന്റെ തീരാധാരങ്ങൾ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്ത് ഇറക്കി പുറപ്പെടുന്ന മനുഷ്യരെ നിങ്ങളൊന്ന് നോക്കൂ സുഹൃത്തുക്കളെ. ഈ നിലയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടവർ അടക്കം ഇരിക്കുന്നവർ, സ്വന്തം ഉപ്പയുടെ കഴുത്തിൽ കത്തിവെക്കേണ്ടി വന്നവർ, സ്വന്തം പ്രിയതമയെ കൈയൊഴിയേണ്ടി വന്നവർ, സ്വന്തം മാതാപിതാക്കളെ ഒഴിവാക്കേണ്ടി വന്നവർ, അവർ വിങ്ങിപ്പൊട്ടി ചോദിച്ചു, നബിയെ, ഈ 1000-ൽ ഞങ്ങളിൽ ആരായിരിക്കും റസൂലേ എന്ന്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ കാര്യമല്ല ഇത്. എന്റെ ഉമ്മത്തിൽ നിന്ന് മഹാഭൂരിപക്ഷവും സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ എന്ന്. ആ വിശദമായി ഞാൻ ആ ഹദീസിലേക്ക് പോകുന്നില്ല. എന്നിട്ട് യഅജൂജ് മഅജൂജിൽ നിന്നായിരിക്കും ഇത് എന്ന് വിശദീകരിച്ച റസൂലുള്ളാഹി നടത്തിയ മറ്റൊരു പ്രയോഗമുണ്ട്. ഒരു വെളുത്ത പശുവിന്റെ ശരീരത്തിലെ കറുത്ത രോമങ്ങൾക്ക് തുല്യമായിരിക്കും നിങ്ങളും നിങ്ങളല്ലാത്ത ഉമ്മത്തും തമ്മിൽ തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു താരതമ്യം നടത്തുമ്പോൾ എന്നാണ്. അതുകൊണ്ട് തീർന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ് ആ നരകത്തിന്റെ ഭീകരമായ അവസ്ഥ. യൂതാ ബിജഹന്നമ യൗമഇദിൻ ലഹാ 70000 സിമാമ മാ കുല്ലി സിമാമിൻ 70000 മലകിൻ യജുറൂനഹാ. നിശ്ചയമായും 70,000 മലക്കുകളാണ് നരകത്തെ പിടിച്ചു വലിക്കുന്നത്. ഈ പന്തൽ പിടിച്ചു വലിച്ച് വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ കൂടിയ എത്ര ആൾക്ക് വലിക്കാം? എങ്കിൽ 70,000 മലക്കുകളായിരിക്കും വലിക്കാന്നാണ്. 70,000 സിമാമുകൾ അതിനുണ്ടാകുന്നതാണ്. 70,000 മലക്കുകളാണ് വലിക്കാന്നല്ല. ഞാൻ പറഞ്ഞപ്പോ ചെറിയൊരു അർത്ഥമാറ്റം വന്നിട്ടുണ്ട്. 70,000 കടിഞ്ഞാണുകൾ നരകത്തിനുണ്ടാകുമെന്നാണ്. ആ ഓരോ കടിഞ്ഞാണും പിടിച്ചു വലിക്കുന്നത് 70,000 മലക്കുകളായിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അത്രയും ഭീമാകാരിയായ നരകം. ആ നരകത്തിലെ തീയോ റസൂലുള്ളാഹി പറഞ്ഞു, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അം മിൻ നാരി ജഹന്നമ. നരകത്തിന്റെ ചൂടിന്റെ 70-ൽ ഒരംശം മാത്രമാണ് നിങ്ങളുടെ ഭൂമിയിലെ ചൂടിനുള്ളത്. അയൺ ചെയ്തപ്പോൾ കയ്യിൽ തട്ടിയ ചൂടിന്, എപ്പോഴോ പൊള്ളലേറ്റപ്പോൾ ശരീരത്തിൽ സ്പർശിച്ച ചൂടിന്, വലിയ
പൊള്ളലേറ്റു എന്ന് പറയുന്ന, തീപിടുത്തമുണ്ടായി എന്ന് പറയുന്ന ചൂടിന്, അതിന് നരകത്തിന്റെ ചൂടിന്റെ 70-ൽ